അവിടുന്ന് രഘുവേട്ടനോട് സ്നേഹം തോന്നുന്നത് വെറുതെ അല്ലല്ലോ. അല്ല, ആരൊക്കെ ചേർന്നായിരുന്നു ഈ മൂവ്മെന്റ്? അച്ഛനും ശരവണനും തമ്മിൽ ധാരണ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. നിങ്ങൾക്കതറിയില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ തോന്നുന്നു നിങ്ങൾ എല്ലാവരും കൂടെ ജീവനെ അങ്ങ് തീർക്കാൻ തീരുമാനിച്ചെന്ന്. അച്ഛൻ എവിടെയാണുള്ളതെന്നാ ചോദിച്ചേ? മര്യാദക്കത് പറയുന്നതാ നിനക്ക് നല്ലത്. നാളെ നേരം വെളുക്കുന്നതുവരെ ഒന്ന് ക്ഷമിക്കേ. അപ്പോഴേക്കും വിവരം അറിഞ്ഞോളും. അച്ഛൻ എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ? ആ അപകടത്തിന്റെ വാർത്തയാണോ ഞങ്ങൾ അറിയേണ്ടത്? നിത്യ, അതാണ് വിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ശരവണ, എടാ ജീവ, നീ ഞങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോ. നീ അച്ഛനെ ഉപദ്രവിക്കരുത്. ഓ, ഈ വക സെന്റിമെന്റ്സ് കാണുമ്പോഴാണ് എനിക്ക് സകല നിയന്ത്രണവും വിട്ടുപോകുന്നത്. ഒരാളെ ഇല്ലായ്മ ചെയ്യാൻ തീരുമാനിച്ചാലേ ബാക്കിയുള്ള എല്ലാരും കൂടി അങ്ങ് ഇറങ്ങിക്കോളും. ഞങ്ങളുടെ ജീവനെടുത്തോ, അയാളെ വെറുതെ വിട്ടോളെന്ന് പറഞ്ഞു. തെറ്റ് ചെയ്തവരെ അല്ലേ അമ്മയെ ശിക്ഷിക്കേണ്ടത്? ജീവൻ ആരെയാണെന്ന് വെച്ച് വിളിച്ചു പറ. അച്ഛനൊന്നും ചെയ്യരുത്. ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവും. ഇത്രയും കാലം നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയിട്ടും നീ എന്തെങ്കിലും നന്നാവൂന്നുള്ള പ്രതീക്ഷ പറഞ്ഞ മനുഷ്യനാണത്. നിന്റെ അച്ഛനെ കൊന്നുകളയല്ലടാ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ JR എന്ന സാമ്രാജ്യം ഈ രീതിയിൽ അധപ്പതിച്ചത് ആരെ കൊണ്ടാമേ? അന്ന് ഓഫീസിൽ നടന്ന പത്രസമ്മേളനത്തിൽ മീഡിയാസിനെ അധികാരം കൊണ്ട് വെല്ലുവിളിച്ച് അങ്ങേര് സംസാരിച്ചില്ലേ? അതെന്നെ അങ്ങ് തീർത്തു കളയാൻ വേണ്ടിയല്ലേ? ഇതേ ഉമ്മറത്ത് വെച്ച്, നമ്മൾ ഈ സംസാരിക്കുന്ന ഇതേ സ്ഥലത്ത് വെച്ച് ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കുകയാണെന്നും കുറച്ചു നാളും കൂടി ഈ വേഷം കെട്ടി JRന്റെ കൂടെ നിൽക്കേണ്ടി വരുമെന്നും എന്നോടല്ലടാ ശരവണ അങ്ങേര് പറഞ്ഞത്. ഒരിക്കൽ ഞാനതിന് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ കരുത്തനായ പട്ടാളക്കാരൻ രഘു അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇനി അങ്ങനെ സംഭവിക്കില്ല. ഇനി മരണവാർത്തയെ വരും. എന്നെ ചതിച്ച ഒരാൾക്ക് നേരെ ചൊവ്വേ ഒരു സംസ്കാരം പോലും ഞാൻ അനുവദിക്കില്ല. അത്രയും വികൃതമായിരിക്കും ആ ശരീരം. കാണണമെങ്കിൽ അവിടെ പോയ കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ കാണാം. എന്നിട്ട് അവിടെ തന്നെ കുഴിച്ചു മൂടാം. സമ്മതിക്കില്ലടാ ഞാൻ. എന്റെ രഘുവേട്ടന് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അയ്യോ, ഇപ്പൊ ഒരാള് നഷ്ടപ്പെടാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ. പക്ഷെ ബഹളം വെക്കുകയോ ആളെ കൂട്ടുകയോ പോലീസിന്റെ അടുത്ത് പോവുകയോ വല്ലതും ചെയ്താലുണ്ടല്ലോ, എണ്ണി എണ്ണി ഓരോന്നിനെയും ഞാൻ തീർക്കും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാലേ മരണം നിങ്ങളെ തൊടില്ല എന്നല്ല അർത്ഥം. ജീവൻ തീരുമാനിച്ച മരണത്തിന്റെ സമയം ആയിട്ടില്ല എന്നാണ്. ചെന്നിരുന്ന ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അതേ ഇനി ചെയ്യാനുള്ളൂ നിങ്ങൾക്ക്.
തിരിച്ചു വരില്ല. அம்மா அம்மா போலீஸ் கிட்ட போனோம் அம்மா. அவ என்ன மாதிரி எல்லாம் பண்ணுன்னு சாருக்கு தெரியல. അമ്മ അവര് തിരിച്ചു വരുമ്മ. അമ്മേ, നമുക്ക് പൂജാമുറിയിലേക്ക് പോവാം. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണം. അതെ, സ്റ്റേഷനിൽ അറിയിക്കണം. എന്നിട്ട് എന്ത് ചെയ്യാനാ അമ്മേ? നമ്മളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ജീവൻ അവിടെ ആവർത്തിക്കോ? അന്വേഷിക്കാൻ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥര് സത്യസന്ധരായിരിക്കോ? അമ്മേ, നമുക്ക് ദൈവത്തിനോടെ പറയാൻ പറ്റൂ. അമ്മ വാ. അമ്മ വാ അമ്മേ.